Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. Today is day 18 of English learning challenge. നമ്മൾ day 1 തൊട്ട് തുടങ്ങി ഇന്ന് 18th day എത്തിക്കഴിഞ്ഞു. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞു. So keep practicing daily. As per your request, ഞാൻ ഇന്ന് കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ വേണം റിപ്പീറ്റ് ചെയ്യാൻ. So let's get started. നമ്മൾ എവിടെയെങ്കിലും ചെല്ലാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ക്ഷമിക്കണം ഞാൻ വൈകി, അല്ലെങ്കിൽ ക്ഷമിക്കണം ഞാൻ ലേറ്റ് ആയിപ്പോയി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അത് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് പറയാം. സോറി ഐ ഗോട്ട് ലേറ്റ്. സോറി ഐ ഗോട്ട് ലേറ്റ്. അങ്ങനെയല്ല കാര്യം. ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ, അങ്ങനെയല്ല കാര്യം. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്താണോ കാര്യം അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതങ്ങനെയല്ല കാര്യം എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ക്യാൻ സേ ദാറ്റ്സ് നോട്ട് ദ കേസ്. ദാറ്റ്സ് നോട്ട് ദ കേസ്. പ്ലീസ് റിപ്പീറ്റ്. ദാറ്റ്സ് നോട്ട് ദ കേസ്. എനിക്കത് ശീലമായി. ഏതെങ്കിലും കാര്യം നമുക്ക് വളരെ പരിചയമുള്ളതാണ്, വളരെ ശീലമായെങ്കിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. വി ക്യാൻ സേ ഐ എം യൂസ്ഡ് ടു ഇറ്റ്. ഐ എം യൂസ്ഡ് ടു ഇറ്റ്. പ്ലീസ് റിപ്പീറ്റ്. ഐ എം യൂസ്ഡ് ടു ഇറ്റ്. എനിക്ക് 7 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? പ്ലീസ് ട്രൈ ദിസ് ഇൻ ഇംഗ്ലീഷ്. Yes, we can say I have to reach home before 7. I have to reach home before 7. Please repeat. I have to reach home before 7. Next sentence is നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാം. യു ക്യാൻ ഡു ഇറ്റ്. You can do it. നിനക്കിത് ഇഷ്ടമല്ലേ? How can we ask this in English? We can ask, didn't you like this? Didn't you like this? Please repeat. Didn't you like this? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. You can call me anytime. You can call me anytime. Please repeat. You can call me anytime. ആരെങ്കിലും എന്തെങ്കിലും വളരെ നല്ല കാര്യം ചെയ്താൽ നമ്മൾ വെരി ഗുഡ്, വെൽ ഡൺ ഒക്കെ പറയാറില്ലേ? അതിൻ്റെ പകരം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാം. മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഞാൻ ശരിക്കും അതിനെ അഭിനന്ദിക്കുന്നു. അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? We can say I really appreciate it. I really appreciate it. ഇത് നമുക്ക് വെൽ ഡൺ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ടും പറയാം. നന്നായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ നമ്മൾ പറയാറുണ്ട് വെൽ ഡൺ, നന്നായി ചെയ്തു. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയായിട്ട് ഇത് പറയാം. വെൽ ഡൺ. ഐ റിയലി അപ്രിഷിയേറ്റ് ഇറ്റ്. നമ്മളെടുത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ആരെങ്കിലും വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് നിന്നെ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചോദിക്കാറില്ലേ, എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? How can we ask this in English? We can simply ask, how do you know me? How do you know me? Please repeat. How do you know me? നമ്മൾ വളരെ ബിസി ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം ആരെങ്കിലും വന്ന പോലെ വീട്ടിലൊക്കെ നമുക്ക് തോന്നിയാൽ നമ്മൾ പറയാറില്ലേ, ആരെങ്കിലും വന്നോ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? We can ask in simple 3 words. Has someone come? Has someone come? Kindly repeat. Has someone come? നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യൂ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? We can say pack your bag. Pack your bag. Please repeat. Pack your bag. നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണെങ്കിൽ കണ്ട ഉടനെ തന്നെ നമ്മൾ പറയാറില്ലേ, ഹേയ് നിന്നെ കണ്ടതിൽ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? We can say, hey, good to see you. Hey, good to see you. Please repeat. Hey, good to see you.
ആരെങ്കിലും വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ, നിങ്ങൾ വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്നു. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? We can say you are driving too fast. You are driving too fast. Please repeat. You are driving too fast. നെക്സ്റ്റ് സെൻറ്റൻസ് വളരെ യൂസ്ഫുൾ ആണ്. ആരെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ ക്ഷണിച്ചാൽ നമ്മൾ തിരക്കിലാണെങ്കിൽ നമ്മളെ അടുത്ത് സമയമില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ഞാൻ വേറെ ഒരു ദിവസം വരാം. ഹൗ ക്യാൻ വി എക്സ്പ്രസ് ദിസ് ഇൻ ഇംഗ്ലീഷ്? വി ക്യാൻ സേ I'll come some other day. I'll come some other day. Please repeat. I'll come some other day. എന്താ നിൻ്റെ പ്രശ്നം? ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക. We can ask, what's your problem? What's your problem? Please repeat. What's your problem? എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കിട്ടി. ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? We can say, I got your message. I got your message. Please repeat. I got your message. ഇനി സപ്പോസ് വി ഹാവ് ടു ആസ്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ? നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക ഇംഗ്ലീഷിൽ? വി ക്യാൻ ആസ്ക്, ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? പ്ലീസ് റിപ്പീറ്റ്. ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? ഇവിടെ നമ്മൾ ഗെറ്റാണ് യൂസ് ചെയ്തത്, ഗോട്ടല്ല, ബിക്കോസ് അവിടെ ഡിഡ് വന്നു. ദ ക്വസ്റ്റ്യൻ ഈസ്, ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ചോദിക്കാറില്ലേ, നീ എന്താണത് ചെയ്യാതിരുന്നത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുക? വി ക്യാൻ ആസ്ക്, വൈ ഡിഡൻറ്റ് യു ഡു ദാറ്റ്? വൈ ഡിഡൻറ്റ് യു ഡു ദാറ്റ്? പ്ലീസ് റിപ്പീറ്റ്. വൈ ഡിഡൻറ്റ് യു ഡു ദാറ്റ്? So hope this video was useful. Tariq Khan and the video click to you to learn more English. Thanks for watching.